ഹലോ, നമ്മളിന്ന് ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഇലാസ്റ്റിക് ഫ്രോക്കാണ്, അതായത് നെക്കിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ, ഷോൾഡർ സ്ട്രാപ്പൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടൊരു കട്ട് പീസാണ് കേട്ടോ. ഇതിന് ഇത്ര തന്നെ ഉള്ളൂ. ഇത് ചെറിയൊരു പീസാണ്, 1 മീറ്ററൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇത് തന്നെ എല്ലാ പോർഷൻസും എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ആദ്യമൊന്ന് ലെവൽ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കിന് അധികം കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ, വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. എത്ര സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എത്ര വേണം വിളിച്ച് അങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിൽ ലെങ്ത്ത് മാത്രമാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടുള്ളൂ. നെക്ക് ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും, അല്ലാതെ വേറെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലോത്ത് എത്രയാണ് കിട്ടുന്നത്, അപ്പോൾ ആ ഒരു ലെങ്ത്തിലാണ് ചെയ്യുക വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുക്കാതെ തന്നെ നമുക്കിപ്പോൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് ആ ലെങ്ത്തിൽ കട്ട് ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ലെങ്ത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് ഉദ്ദേശിച്ച ലെങ്ത്ത് തന്നെ കിട്ടും. കാരണം ഇവിടെ നമ്മൾ എക്സ്ട്രാ 3 ഇഞ്ച് അടിഭാഗം മടക്കിയടിക്കാനുള്ള ആ ഒരു ലെങ്ത്ത് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ എക്സ്ട്രാ നമ്മൾ സ്ട്രാപ്പ് വെച്ചെടുക്കുമ്പോൾ ആ ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വെച്ചെങ്കിൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലുള്ള ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ 20 ഇഞ്ചായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ 20 ഇഞ്ച് തന്നെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഫസ്റ്റ് നമ്മളിത് ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കൊരു വിഡ്ത്ത് വേണ്ടത് ഒരു 24 to 25 മതി കേട്ടോ ഒരു സൈഡ്. അപ്പോൾ 25 ഒക്കെ മതി കേട്ടോ ഈ ഡ്രസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും വിട്ടെടുക്കാം കേട്ടോ, കാരണം നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ഇതിവിടെ ചുരുക്കിയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കുറഞ്ഞ ഇതും കൊണ്ടും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 25 ഇഞ്ചാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്കും 25 മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിനൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ ചെയ്യണത്. ഈ ക്ലോത്ത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതേപോലെ 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ചെയ്യണം കേട്ടോ ഇവിടെ. അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇത് നല്ല വശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചത് നല്ല വശത്തായിപ്പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ട വശത്തേക്ക് ഇതുപോലെ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, കറക്റ്റ് 3 ഇഞ്ച് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ വെക്കുന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടെ. അത് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്കാണ് കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് പോർഷൻ സൈഡ് 2 പീസും ഇതേപോലെ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് സ്ട്രാപ്പ് വെക്കേണ്ടത് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2.5 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ലെങ്ത്ത് ഞാൻ നോക്കി നോക്കാം. അപ്പോൾ ലെങ്ത്ത് 9. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ 9 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഒരു സ്ട്രാപ്പ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 സ്ട്രാപ്പാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഇറങ്ങിക്കെടുക്കുക ചെയ്യുക. അതായത് നമ്മൾ നോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സ്ട്രാപ്പ് ആയ കാരണം കൊണ്ട് തന്നെ കുറച്ച് ഇറങ്ങിയിട്ടാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ സ്ട്രാപ്പും ശരിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ക്ലോത്തും റെഡിയാക്കി വെച്ചു. ഇനി ഇലാസ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ. ഇലാസ്റ്റിക് എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് 20 വെച്ചെങ്കിൽ ആ 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 കിട്ടില്ല. 10 നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് 9 ഇഞ്ചാണ് കേട്ടോ വേണ്ടത് ഇലാസ്റ്റിക്.
അപ്പോൾ നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇലാസ്റ്റിക് വേണം. അപ്പോൾ ഒരു സൈഡിലേക്ക് 9 ഇഞ്ചാണ് കേട്ടോ ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ അങ്ങനെ 2 പീസ് എടുക്കുക കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ. ഈ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചെങ്കിൽ ആ ഫുൾ ചെസ്റ്റ് റൗണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് 1-1.5 ഇഞ്ചൊക്കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് മൈനസ് ചെയ്യുള്ളൂ, കാരണം വല്ലാണ്ട് ടൈറ്റ് വേണ്ട വിചാരിച്ചിട്ട്. അവർക്ക് നല്ല ടൈറ്റുള്ള ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ കറക്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ, ഒന്നൊരു ഇതിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് ഇത് കട്ടിങ് വരുന്നുള്ളൂ കേട്ടോ. ഈ 2 സ്ട്രാപ്പും അതുപോലെ തന്നെ ഈ ഒരു പീസും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ 3 ഇഞ്ചിന് പൊട്ട വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരെ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക കേട്ടോ. ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് 2 പീസും ചെയ്തെടുക്കുക കേട്ടോ. ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും 2 സൈഡും ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, റോങ് സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വശം എടുത്തിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇനി വേണ്ടത് 1 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കണ്ടില്ല, ഒന്നില്ലെങ്കിൽ ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല, കറക്റ്റ് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ 1 ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു ലൈൻ കൊടുത്താലും മതി കേട്ടോ. കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ കൊടുക്കുക. അതല്ലാന്ന് വെച്ചെങ്കിൽ നമ്മളിതുപോലെ 1 ഇഞ്ച് വെച്ചിട്ട് മൊത്തം മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ മാർക്ക് വരച്ചിട്ടില്ലേ, അപ്പോൾ ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. വേണ്ടത് 2 ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഈ വരച്ച ലൈൻ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ സ്ട്രാപ്പൊക്കെ വെക്കൽ ചെയ്യൽ. അപ്പോൾ ഈ 2 ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും ഇതുപോലെ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സ്ട്രാപ്പ് ചെയ്യാനുള്ളത് ഇതുപോലെ സ്ട്രാപ്പിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് പൊട്ട വശത്ത് കൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ വള്ളിയൊക്കെ അടിച്ച് തിരിക്കില്ല, അതേപോലെ തിരിച്ചെടുക്കുക കേട്ടോ. അതേപോലെ 2 സൈഡും ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് പൊട്ട വശത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് അടിച്ചിട്ട് മറിക്കുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡറിൽ വെക്കാനുള്ള സ്ട്രാപ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് അകം പുറം മറിച്ചിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിലേക്ക് വരുന്ന ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി പ്രസ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലൈൻ കൂടെ സ്റ്റിച്ച് ഫ്രണ്ടും ബാക്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കംപ്ലീറ്റ് ഈ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു ഇതാക്കി തന്നെ അവിടെ പിന്നെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതാക്കി വരുമ്പോഴത്തേനും മറ്റേ സൈഡിൽ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ 2 പീസും ഇലാസ്റ്റിക് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചെടുക്കുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്താലും മതി. എന്നിട്ട് മൊത്തമായിട്ട് മെറ്റീരിയലിലേക്ക് ഇലാസ്റ്റിക് ഇതാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ രണ്ട് സൈഡും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വന്നിട്ട്. അതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുക്കുക. ഇതുപോലെ വലിച്ചാൽ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും മെറ്റീരിയൽ എത്തും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ല നീറ്റാക്കിയിട്ട് വെക്കുക. കണ്ടില്ലേ, ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് നീറ്റാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് 2.5 ഇങ്ങോട്ട് 2.5 മാർക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഭാഗത്തുനിന്ന് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തില്ലേ, സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത ഒരു ഭാഗത്തുനിന്ന് ഇവിടുന്ന് 2.5 ഇവിടുന്ന് 2.5 മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും 2.5 മാർക്ക് ചെയ്യുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ പൊട്ടവശത്ത് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇതിന് രണ്ടും പൊട്ടവശം ഒരേപോലെ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. അതായത് നമ്മൾ ഈ അയൺ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് സ്റ്റിച്ച് കാണുന്ന ഭാഗം ഉള്ളിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് കൂടെ, അതായത് ഈ തുമ്പത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തില്ല ആ ഒരു ഭാഗത്ത് കൂടെ നന്നായി കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ബേഡ് സൈഡ് വെക്കുക, പൊട്ടവശം വെക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സ്ട്രാപ്പും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് വിത്ത് എന്ന് പറയുന്നത് നെക്കിൻ്റെ അകലം എന്ന് പറഞ്ഞത് 2.5 ഇങ്ങോട്ടും 2.5 ഇങ്ങോട്ടും കേട്ടോ നമ്മൾ എടുക്കുന്നത്. നോർമലായിട്ട് നമ്മൾ 2 ഇഞ്ചൊക്കെയാണ് കിഡ്സിൻ്റെ ലെങ്ത്തൊക്കെ നെക്കിൻ്റെ വിത്തൊക്കെ എടുക്കുക. പക്ഷേ ഇത് സ്ട്രാപ്പായ കാരണം കൊണ്ട് തന്നെ കുറച്ചൊരു ഇറങ്ങി കിടക്കും ചെയ്യും, അതുപോലെ കുറച്ചൊരു ഗ്യാപ്പിലാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. വളരെ സിമ്പിളാണ് കേട്ടോ ഫ്രോക്ക് ചെയ്യാൻ, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കഴിയും. അപ്പോൾ ഞാൻ ലോങ്ങല്ല വീഡിയോ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ ബാൻഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഷോൾഡർ രണ്ടും സ്ട്രാപ്പൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ പിടിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്താൽ ഇതുപോലെ അടിവരെ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ ഈ സൈഡും ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയടിക്കുകയായിട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഫ്രോക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിലായിട്ട് ഞാൻ ഇതിൻ്റെ ഇലാസ്റ്റിക്കിന് മുകളിൽ കൂടെ നമ്മൾ പാൻറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലത്തെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സ്ട്രാപ്പൊക്കെ വെച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഫ്രോക്കിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുത്തത്. ഞാൻ ഫസ്റ്റ് ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ തുണി കട്ട് ചെയ്യുന്നതിന് മുന്നേ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 36 കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ വിഡ്ത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു 2.5 ഇഞ്ചുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര വിഡ്ത്തിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 1.5 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ടിനേക്കാൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുക. അതായത് ഹെയർ ബാൻഡിനുള്ള ഇലാസ്റ്റിക് നമ്മളിപ്പോൾ ചെസ്റ്റ് വരുന്നത് 20 അപ്പോൾ ഇതിന് 2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 18 ഇഞ്ച് ഇലാസ്റ്റിക്കിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ കാണിക്കണില്ല, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് ആയി പോകും. പിന്നെ ഇതുപോലെ ചെറിയൊരു ഹെയർ ബാൻഡിലേക്ക് ചെറിയൊരു ബോ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 8 ഇഞ്ചിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഇതിൻ്റെ പൊട്ടവശത്ത് കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോകും. അതായത് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് വരുന്നത് 1/2 ഇഞ്ചാണല്ലോ,
ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ഇതുപോലെ അരഞ്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ ഫ്രോക്കിന് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് കംപ്ലീറ്റ് അരഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയുക. നമുക്ക് കറക്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 1.5 ഇഞ്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ബാലൻസ് പീസ് ആയ കാരണം കൊണ്ട് ഞാൻ അടിക്കാനുള്ള ഒരു എളുപ്പത്തിന് കൂടി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അരഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഇതിന് മുകളിൽ വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ അടയാളത്തിന് കംപ്ലീറ്റ് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിലൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ബാലൻസ് തുണിനെ കട്ട് ചെയ്തിട്ട് അടിച്ച് മറിക്കുക. അപ്പോൾ അടിച്ചതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് അരിവശത്ത് കൂടെ ഇതുപോലെ എക്സ്ട്രാ പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്ത് കൂടെ. അതിന് ശേഷം ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഈ സ്റ്റിച്ച് അതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ എലാസ്റ്റിക് കയറ്റി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ വെച്ചിട്ട് കംപ്ലീറ്റ് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഫുള്ളായിട്ട് എലാസ്റ്റിക് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കട്ടെ വേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം എല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കട്ടെ. കാരണം മുകളിലേക്ക് ഇതുപോലെ ഫിനിഷിങ്ങുള്ള ഭാഗം വരും, ഇത് ഉൾവശത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ബോ ഉണ്ടാക്കുന്നത് അത് ആദ്യം ഇതേപോലെ നമ്മൾ ഇവിടുന്ന് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരട്ടെ. എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇടും, ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നെ താഴെ നിന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ആ പീസിനെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ശേഷം ഇതുപോലെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുക, ഇതുപോലെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഇലാസ്റ്റിക് ഇട്ടിട്ട് എടുത്തിട്ട് ഇതിനെ നന്നായി വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാണ് ഇതുപോലെ നന്നായി വലിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ വലിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടി കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ അടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിവിടെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ബോയും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഓരോ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ അത് ഒരു ബോ പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശങ്ങളൊക്കെ, അതായത് 4 അരിക് വശങ്ങളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുക്കണം. നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പേന അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുക്കുക. ഇതുപോലെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ബോയും ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വേറൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മളതിനെ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചിട്ട് ഇതേപോലെ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെക്കുമ്പോൾ നല്ല നീറ്റാക്കി വെക്കും. ഞാനിതിപ്പോൾ കാണിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് ഈ ബോ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഞാനത് നീറ്റാക്കിയിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒന്നുകിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, തുന്നി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉറപ്പിച്ചിട്ട് ചെയ്യാണ്ടപ്പോൾ ഞാനത് കൈമില്ലാത്തൊന്നും ചെയ്തിട്ടില്ല, വേണ്ടല്ലേ. ഫ്രോക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോക്കിൻ്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോക്കെ നമുക്ക് ഇവിടെ 2 ഭാഗത്തും അതുപോലെ സെൻറ്ററിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മോഡൽസ് ഡ്രസ്സുകൾ ഇനിയും കിഡ്സിൻ്റെ ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ 2 ഡ്രസ്സേ ചെയ്തിട്ടുള്ളൂ. 30 ഔട്ട്ഫിറ്റാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.